ഇതാ ഇന്ന് വൻപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണിത്. അതിനായിട്ട് ഞാൻ വൻപയർ നേരത്തെ ഉപ്പിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അരപ്പിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പച്ചമുളക്, കുറച്ച് ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി, കുറച്ച് കറിവേപ്പില, കുറച്ച് പെരുംജീരകം, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കണേ. അപ്പം ഇത് അരപ്പ് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ അരപ്പിനകത്ത് ഉപ്പിട്ടിരിക്കുന്നത് കൊണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇതിൻ്റെ കളറൊന്ന് മാറി വരണേ. ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എന്താ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കണം. ഒരു 2 മിനിറ്റ് ഇരുന്നാൽ മതിയായിരിക്കും. കാര്യം എല്ലാം വെന്തതാണ്. അപ്പം തുറന്ന് നോക്കിയപ്പോൾ എന്താ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. തോരൻ റെഡിയായിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണിതും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നാളെ കാണാം.